ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ബോട്ടിയം അക്കൗണ്ട് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്നാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ബോട്ടിയം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ അത് ബോട്ടിയം അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകുന്നതല്ല. പക്ഷേ നമുക്ക് നമ്മുടെ ബോട്ടിയം അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ആണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ബോട്ടിയം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡിലൈറ്റ് മൂന്നാമതായിട്ട് കോണ്ടാക്റ്റ് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കോണ്ടാക്റ്റ് അല്ല, മീ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് തന്നെ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ മാനേജ് മൈ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ഇവിടെ മൂന്നാമതായി ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ശതമാനമായി വരുന്ന കാണാൻ സാധിക്കും. കുറച്ച് സമയം ഇതൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇതിലൊരു കാരണം എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടിയിലായിട്ട് ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ അടിയിലായിട്ട് ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബോട്ടിയം അക്കൗണ്ട് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ബോട്ടിയം അക്കൗണ്ട് ഈസി ആയിക്കൊണ്ട് തന്നെ നമ്മുടെ ബോട്ടിയമ്മിലെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.